കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ നിന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്നല്ലേ, ഇനി പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കാർഡും ക്യാഷും ഒന്നും വേണ്ട, വെറും നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ മാത്രം മതി. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താൻ പറ്റുന്ന ഒരു സംവിധാനം SBI നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാർഡും ഒന്നും വേണ്ട, നമ്മുടെ മൊബൈൽ ഫോൺ ജസ്റ്റ് സ്വൈപ്പിംഗ് മെഷീനിൽ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി, പേയ്മെന്റ് നടക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ടെക്നിക്കൽ ലോകത്തിൽ ടെക്നോളജിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ളതിന്റെ ഒരു മുന്നോടിയായിട്ട് തന്നെ പറയാം. ഈ ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് SBI ബാങ്കിന്റെ ജീവനക്കാരെല്ലാം തന്നെ. ഹോസ്റ്റ് കാർഡ് എമുലേഷൻ എന്ന സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ പിറകിൽ ഉപയോഗിക്കുന്നത്. ജനറൽ ഇലക്ട്രോണിക്സുമായി ചേർന്നാണ് SBI പുതിയ സംവിധാനം ഒരുക്കുന്നത്. അടുത്തിടെ ഭാരത് QR എന്ന സേവനം SBI മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കടകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന QR കോഡുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ വ്യാപാരികൾക്ക് ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ നിന്നും പണം അടയ്ക്കാൻ സാധിക്കും. അക്കൗണ്ടിലുള്ള ബാങ്കിന്റെ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് നടത്താൻ വേണ്ടി നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമ്പ്രദായമാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് രണ്ട് ഉപകരണങ്ങൾ, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഉപകരണങ്ങൾ അടുത്ത് വരികയോ അല്ലെങ്കിൽ തൊടുകയോ ചെയ്യുന്നതിലൂടെ നമുക്ക് പേയ്മെന്റ്സ് നടത്താനും ഡാറ്റ കൈമാറാനും ഒക്കെ സാധിക്കും. വൈഫൈ, ബ്ലൂടൂത്ത് ഒക്കെ പോലെ തന്നെ ഉള്ള ഒരു ടെക്നോളജിയാണ് നിയർ ഫീൽഡ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വരുന്നതോടുകൂടി നമ്മുടെ SBI കാർഡ് ഉപഭോക്താക്കളുടെ അല്ലെങ്കിൽ SBI ഉപഭോക്താക്കളുടെ കൺസ്യൂമേഴ്സിന്റെ എണ്ണം കൂടും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. സോ നമ്മുടെ ഈ നോട്ട് നിരോധനം വരുന്നതിന് മുൻപ് വെറും 60,000 ആൾക്കാരാണ് SBIയുടെ കാർഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത്ര. പക്ഷേ ഇപ്പം 1 ലക്ഷം എന്നുള്ള നിലയിലേക്ക് അത് പെട്ടെന്ന് വർദ്ധിച്ചു. അതിനുശേഷം മാസം കൂടുന്തോറും 1 lakh ആൾക്കാർ വെച്ചിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു 3 വർഷത്തിനുള്ളിൽ 50 ലക്ഷം ആൾക്കാരാണ് ഇപ്പൊ SBIയുടെ കാർഡ് യൂസേഴ്സ് ആയിട്ടുള്ളത്. ഈ ഒരു സംവിധാനം നെക്സ്റ്റ് മന്തിലൂടെ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഈ ശതമാനം ഇരട്ടിയാക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് SBIയുടെ ആൾക്കാർ. എന്ത് നല്ല കാര്യങ്ങളും നല്ലതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. അല്ലെങ്കിൽ ജസ്റ്റ് ഗിവ് എ ട്രൈ എന്നുള്ള രീതിയിലെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ, കോണ്ടാക്ട്ലെസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് എന്നുള്ള മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പേയ്മെന്റ് സംവിധാനം അടുത്ത മാസത്തോടു കൂടി SBI വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെത്തുമ്പം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തോന്നുവാണെങ്കിൽ ഗിവ് എ ട്രൈ. സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കാണ്. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഇൻഫർമേഷനുമായിട്ട് ടെക് ലോകത്തെ പുതിയ ആപ്പുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഞങ്ങളുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ നാളെ കാണുന്നത് വരെ ബൈ.